ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിന്റെ തേർഡ് ചാനലാണിത്. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാറോട്ട് ലവ് റീഡിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിങ്. സോ നമ്മുടെ ടോപ്പിക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കപ്പിൾസിന്റെ എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടെ നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പല രീതിയിലും നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എന്നുള്ളത്. അത് ആ പേഴ്സണും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി, അല്ലെങ്കിൽ അത് നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ പറഞ്ഞിട്ടുള്ളതാകാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു കാര്യമില്ലാത്ത ടോപ്പിക്കുകൾ വെച്ചിട്ടാകാം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു എന്താ പറയുക പൊരുത്തക്കേട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും പലതരത്തിലുള്ള ഒരു എന്താ പറയുക സ്വരച്ചേർച്ചകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാത്ത ഒരു സാഹചര്യമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വളരെയധികം എനർജീസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈഗോ ആവശ്യത്തിന് നല്ലതാണ്, അത് അനാവശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും എന്നുള്ള ഇൻഫോർമേഷനും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ മാനസികപരമായിട്ടുള്ള സമാധാനം ഇവിടെ നഷ്ടപ്പെടുകയാണ്. അത് രണ്ടു പേർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾക്ക് ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്കിടയിൽ തല്ലുപിടുത്തം ഉണ്ടായത് അല്ലെങ്കിൽ വാക്ക് തർക്കം ഉണ്ടായത്, ആ ഒരു ഇൻസിഡന്റ് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, അതിപ്പോ സംസാരിക്കാനാണെങ്കിൽ കൂടെ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ പോലും എന്താണ് ഓക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി ഇങ്ങോട്ട് വരട്ടെ, ഈ ഒരു ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ആർക്കും പിടികൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിടികൊടുത്താൽ പോലും നിങ്ങൾക്കിടയിൽ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സന്റെ ഇൻഡ്യൂഷനിലായാൽ പോലും മാനിഫെസ്റ്റേഷൻ ആ ഒരു രീതിയിലായാൽ പോലും നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കിടയിൽ അകലം വരുന്നുണ്ടെങ്കിൽ പോലും, ചില സമയത്ത് ബ്രേക്കേജസ് വരുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്കിവിടെ പോസിറ്റിവിറ്റീനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടെ ഈ പേഴ്സന്റെ മനസ്സിലേക്കായാലും നിങ്ങളുടെ മനസ്സിലേക്കായാലും മോശപ്പെട്ട ചിന്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ദുസ്വപ്നങ്ങൾ കാണുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് ക്ലിക്ക് ഔട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഓടിയെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ പിരിയുന്നതായിട്ടോ കല്യാണം കഴിക്കാൻ പറ്റാതെ വേറെ പിരിഞ്ഞു പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഡിവോഴ്സ് ആവുന്നതായിട്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോ ചിന്തകളിലോ സ്വപ്നങ്ങളിലോ ഒക്കെ അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പേഴ്സന്റെ ആ ഒരു നിങ്ങളായിട്ടുള്ള ഈ ഒരു അകൽച്ചയിലാണെങ്കിൽ പോലും ആ ഒരു അകലം നികത്തുവാൻ വേണ്ടിയിട്ട് സം ടൈപ്പ് ഓഫ് തേർഡ് പാർട്ടീസ് ഇതിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം അത് ഇപ്പൊ തന്നെ ആ വ്യക്തിയുടെ അടുത്ത് പോയി മെസ്സേജ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോ കോണ്ടാക്ട് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ആ ഒരു വിള്ളലുകൾ, അല്ലെങ്കിൽ ആ ഒരു അകലം, അകലത്തിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു അകലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചില തേർഡ് പാർട്ടീസ് നുഴഞ്ഞു കയറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ അടുത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അടുത്തേക്കായിരിക്കാം, ഒപ്പം വർക്ക് ചെയ്യുന്നതോ പഠിക്കുന്നതോ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. എന്താ പറയാ, ആ ഒരു
അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് നികത്താൻ വേണ്ടിയിട്ട് ഇവിടെ പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ കൂടെ നിങ്ങളും ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ 100% കോൺസെൻട്രേഷനും ഡെഡിക്കേഷനും കൊടുത്ത് അതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യങ്ങളിലും നിങ്ങൾ നല്ല രീതിയിൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള ചേർച്ചക്കുറവുകൾ പ്രണയ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തി ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലായിരിക്കാം, നിങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആ പേഴ്സൺ അവൈലബിൾ അല്ലായിരിക്കാം. സോ നിങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു, അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാകുന്നു, മത്സര ബുദ്ധി ഉണ്ടാകുന്നു, അതിലൂടെ സെപ്പറേഷൻ പീരീഡിലേക്ക് പോകുന്നു. പക്ഷെ അതുകൊണ്ട് എന്താണ് നേടുന്നത്? അതാണ് ചോദ്യം അല്ലേ? അതുകൊണ്ട് എന്താണ് നേടുന്നത്? ആ ഒരു നഷ്ടബോധവും ആ ഒരു തല്ലുപിടിക്കാനുള്ള മനോഭാവവും ഒരുപാട് മോശപ്പെട്ട ചിന്തകളും ഓർമ്മകളും ഇതാണ് നിങ്ങളെ തേടിയെത്തുന്നത്. സോ അതാദ്യം ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാകാം, ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് മേ ബി നിങ്ങൾക്കൊരു പേടി ഉണ്ടാകാം. അതായത് ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ കൂടി നിങ്ങളുടെ പേഴ്സണ് ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് അത്തരത്തിലുള്ള മെസ്സേജസ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൺ മൈൻഡ് ഒന്ന് എന്താ പറയുക, ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോലും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ടൂറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഈ പേഴ്സൺ ട്രാവൽ ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട്, അതിലൂടെ റിക്കവർ ചെയ്യാനായിട്ടും റിഫ്രഷ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടാകാം. ഫ്രണ്ട്സ് ആയിട്ട് ടൂറ് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിനോദസഞ്ചാരങ്ങൾ നിങ്ങളും ചെയ്യുന്നുണ്ടാകാം. ദിസ് ഇസ് ബിക്കോസ് നിങ്ങളുടെ രണ്ടുപേരുടെയും സോള് ഹീലിംഗ് സ്റ്റേജിലല്ല നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങളൊന്ന് സമാധാനപരമായിട്ട് ചിന്തിച്ച് തുടങ്ങുമ്പോഴേക്കും ഈ പേഴ്സണോടുള്ള ആ ഒരു വാശിയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെത്തുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റിയൂണിയൻ എന്ന് പറയുന്നത് കൂടുതൽ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾ ആ ഒന്നിച്ച് നല്ല രീതിയിൽ മനോഹരമായിട്ട് കൊണ്ടുപോകേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷൻ പീരീഡ് ആയിട്ടും ആർഗ്യുമെന്റ്സ് ആയിട്ടും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് ഈ പോകുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഫ്യൂച്ചർ എന്തായി മാറും എന്നുള്ളത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പേഴ്സന്റെ അടുത്താണെങ്കിൽ പോലും സർട്ടൻ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ കയറി പറ്റാൻ ശ്രമിക്കുന്ന അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അത് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് എന്നുള്ളതാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഫ്യൂച്ചറിൽ ഉണ്ട് ഈ വ്യക്തിയായിട്ട്. സോ അത് മനോഹരമാക്കണമെങ്കിൽ രണ്ടുപേരും അത് നല്ല രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യണം. നല്ല രീതിയിൽ ഹീലിംഗ് സിറ്റുവേഷനിലേക്ക് വരണം. നിങ്ങൾ ഹീലിംഗ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈറ്റിംഗ് ടെൻഡൻസിക്ക് നിൽക്കില്ല. ഫൈറ്റ് ചെയ്യാനോ ആർഗ്യുമെന്റ്സ് ചെയ്യാനോ നിങ്ങൾ നിൽക്കില്ല എന്നുള്ളതാണ്. സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹീലിംഗ് പർപ്പസിലേക്ക് വരേണ്ട ആവശ്യകതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടെ ബെറ്റർ ആക്കണം. അതായത് എന്ത് കാര്യവും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന ലെവലിലേക്ക് പോകരുത്. ആ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എന്ത് കാര്യവും നെഗറ്റീവ് മാത്രം കാണുമ്പോൾ അതും ഒരു വലിയൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ടെൻഡൻസിയിലേക്ക് പോകും. സോ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ വീക്കാണ് ഇവിടെ. നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയില്ല. ഈ പേഴ്സന്റെയും അവസ്ഥ അത് തന്നെയാണ്. സോ അതൊന്ന് മാറ്റിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക്
എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്.